ഗ്രീൻ റൂമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ SMC കോൺവെൻറ്റിൽ. SMC എന്ന് പറയുമ്പോൾ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് മാർത്താസ് കോൺഗ്രിഗേഷൻ. നമ്മളെക്കാലത്ത് ഇവിടെ ഏതാനും സിസ്റ്റേഴ്സും ഒരു സിസ്റ്ററിൻ്റെ മാതാപിതാക്കന്മാരും ഉണ്ട്. അപ്പോൾ അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് വേഗം ചെല്ലാം. സിസ്റ്ററെ, ഞങ്ങൾ ഈ മഠവും പരിസരവും ഒക്കെ ഒന്ന് കണ്ടു. അപ്പോൾ സിസ്റ്ററിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ തുടങ്ങാം അല്ലേ? സിസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സിസ്റ്റർ ടെസ റോസ്. സെൻറ്റ് മാർത്താസ് കോൺഗ്രിഗേഷനിലെ ഒരു അംഗമാണ്. എൻ്റെ വീട് ചെറുവള്ളിക്കുളം, കുട്ടിക്കാനത്തിനടുത്ത് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ ചെറുവള്ളിക്കുളത്താണ്. എൻ്റെ വീട്ടിൽ വല്യമ്മച്ചി, അച്ചച്ച, മമ്മി, ഞങ്ങൾ 4 സഹോദരങ്ങളാണ്. ചേച്ചിയുണ്ട്. ഞാൻ രണ്ടാമത്തെ ആളാണ്. എനിക്ക് നേരെ ഇളയത് ഒരു ചെറുക്കൻ കൊച്ചാണ്. ഏറ്റവും ഇളയാൾ പെങ്കൊച്ചാണ്. അവളും DST കോൺഗ്രിഗേഷൻ പാലാ പ്രൊവിൻസിൽ ഒരു സിസ്റ്ററാണ്. പേര് ജിജി. ദൈവവിളിയുടെ അനുഭവത്തെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ കോൺഗ്രിഗേഷനെയും ഇതിൻ്റെ ക്യാരിസവും അല്ലെങ്കിൽ ഇതിൽ എത്ര സിസ്റ്റേഴ്സ് ഉണ്ട് എന്നൊക്കെ ഒന്ന് പറയാമോ? 1956 ശ്രീ മാത്യു ജോസഫ് കളപ്പുരയിലിൻ്റെ പ്രചോദനത്താലും മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവിൻ്റെ ആശീർവാദത്താലും സ്ഥാപിതമായതാണ് ഞങ്ങളുടെ സെൻറ്റ് മാർത്താസ് കോൺഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ആദ്യം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മൂലമറ്റത്താണ് ഇത് മുട്ടിടുന്നത്. ആദ്യം 3 അംഗങ്ങളായിരുന്നു. ഇപ്പോൾ അത് വ്യാപിച്ച് 250 സിസ്റ്റേഴ്സ് ഉണ്ട്. പല രൂപതകളിലായിട്ടും പിന്നെ മിഷനിലായിട്ടും ജർമ്മനി, ഇറ്റലി അവിടെയൊക്കെ ആയിട്ട് ഈ സിസ്റ്റർമാർ സുദീർഘമായ സേവനം ചെയ്തു വരുന്നു. കാരിസ് എന്ന് പറയുമ്പോൾ അവശത അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എളിയ ശുശ്രൂഷകൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ കോൺഗ്രിഗേഷൻ്റെ ടു സർവീസ് ഗ്ലോറി, സേവനത്തിൽ മഹത്വം. അതാണ് ഞങ്ങൾ മോട്ടോ ആയിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അധികാരികൾ എന്താവശ്യപ്പെട്ടാലും ഏത് മേഖലയിൽ സേവനമനുഷ്ഠിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടാലും അവയൊക്കെയും ഹൃദയപൂർവ്വം ഏറ്റെടുത്തത് നടപ്പിലാക്കുന്നുണ്ട് ഞങ്ങളുടെ ഓരോ സഹോദരിമാരും എന്ന് കാണുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നയാളാണ്. ഞങ്ങളുടെ ജനറലേറ്റ് പാലായിലാണ്. അതാണ് ഞങ്ങളുടെ മദർ ഹൗസ്. ഏത് സിസ്റ്റർമാരാണേലും പുറത്തുനിന്ന് വരുന്നവരാണേലും എല്ലാം കടന്നു വരുന്ന അവിടേക്കാണ്. ഒരമ്മ വീട്ടിൽ വന്നിട്ട് പോകുന്ന ഒരു പ്രതീതിയാണ് അവിടെ വന്നിച്ചിട്ട് ഓരോ സിസ്റ്റർമാരും കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കുള്ളത്. അവർ മിഷനിലേക്കും വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾ പോകുന്ന അതേ വിഷമമാണ്. എന്നാ വരുന്നതെന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹപ്രകടനമാണ് ഞങ്ങൾക്കും അവരോടുള്ളത്. ജനറലേറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ കോൺഗ്രിഗേഷനിലൊക്കെ നമുക്കറിയാം പ്രൊവിൻസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ എന്ന് പറയുന്നത് ജനറലേറ്റ് ആണ്, പ്രൊവിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. സിസ്റ്ററിൻ്റെ ദൈവവിളി അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ CMCയിലെ ഒരു സിസ്റ്ററായിരുന്നു. ആദ്യത്തെ ദിവസം ഞാൻ ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞെന്നാ മമ്മി പറയുന്നത്, എനിക്കും ഇതുപോലെ ഒരാളാകണം. ആ സിസ്റ്ററിൻ്റെ പെരുമാറ്റവും രീതിയും എല്ലാം എന്നെ ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വളർന്നു വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആരെങ്കിലും എന്താണ് നിൻ്റെ ഇൻറ്റൻഷൻ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്കൊരു സിസ്റ്റർ ആണെന്ന് മാത്രമേ പറയാനുള്ളൂ. വേറൊരു ഫീൽഡിനെ കുറിച്ച് എനിക്ക് ചിന്ത പോലുമില്ല. അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് സ്പോർട്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം എവിടെ ഓട്ടം ചാട്ടം ഉണ്ടെങ്കിലും അതിലെല്ലാം ഞാൻ പോകുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഹൈസ്കൂളിലേക്കൊക്കെ വന്നപ്പോഴത്തേക്കിന് NCCയിലേക്ക് പ്രവേശിച്ചു. അവിടെ ക്യാപ്റ്റനായി. അങ്ങനെ ആ ഒരു ഫീൽഡുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നിന്നപ്പോഴാണ് എൻ്റെ ചേച്ചിക്ക് മഠത്തിൽ പോകണമെന്നൊരു താല്പര്യം. അപ്പം മഠത്തിൽ പോകാനായിട്ടുള്ള എൻ്റെ ചേച്ചിയുടെ താല്പര്യം കണ്ട് എൻ്റെ ചേച്ചിയുടെ കൂടെ ഞാൻ 9ാം ക്ലാസ്സിലെ 10ലേക്കുള്ള അവധിക്ക് മഠം കാണാൻ പോയതാണ്. സെൻറ്റ് മാർത്താസ് കോൺഗ്രിഗേഷനിലാണ് ചെല്ലുന്നത്. അന്ന് ജനറലേറ്റിലേക്ക് ഞാൻ ആദ്യം പ്രവേശിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് എല്ലാ സിസ്റ്റർമാരും എന്നോട് ഇടപെടുന്ന കണ്ടിട്ട് ഭയങ്കരമായ ഒരു ആകർഷണം അവിടേക്ക്. എനിക്കൊന്നൊരു ഓർത്ത് എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം ഭയങ്കരമായ ഒരു പ്രേരണ. സ്പോർട്സിൻ്റെ ഫീൽഡെല്ലാം ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നെങ്കിൽ ഞാനത് പെട്ടെന്ന് തന്നെ വിട്ടുപോയി. അപ്പോൾ സിസ്റ്റർമാർ എന്നോട് ചോദിച്ചു, എന്തേ അടുത്ത വർഷം വരുമോ? എനിക്കാണ് ഇപ്പം തന്നെ ഇവിടെ നിൽക്കാന്നുള്ളൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ സിസ്റ്റർമാർ ചോദിച്ചു, എന്തേ പോകാൻ തോന്നുന്നില്ലേ? എനിക്ക് പോകാൻ മടിയാണ്, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ മടിയാണ്. അപ്പോൾ എന്ത് ചെയ്തു, അവർ താഴെ പാലായിൽ തന്നെ സെൻറ്റ് മേരീസിൽ 10ാം ക്ലാസ്സിലേക്ക് ഒരാൾക്ക് അഡ്മിഷൻ കൊടുക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു. അവർ അഡ്മിഷൻ ചോദിച്ചപ്പോൾ അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ
10ാം ക്ലാസ് മഠത്തിൽ നിന്നാണ് പഠിക്കുന്നത്. അങ്ങനെ 10 മഠത്തിൽ നിന്ന് പഠിച്ചു. പിന്നെ തുടർന്ന് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന എളുപ്പമായിരുന്നത് കൊണ്ട് +1 പോയി, +2 പോയി. അതിനുശേഷമുള്ള വർഷം 1 വർഷം ആസ്പിരൻസ് എടുത്തു. അതിനുശേഷം എൻ്റെ ബാച്ചിലെ അംഗസംഖ്യ കുറവായിരുന്നുകൊണ്ട് ഇളയ ബാച്ചുകാരോട് കയറി വരാൻ വേണ്ടിയിട്ട് എന്നെ ഡി എഡിൻ്റെ ഫസ്റ്റ് ബാച്ചാണ് TTCയുടെ മറ്റൊരു ഫോമായിട്ട് വരും. അപ്പോൾ അതിന് വിട്ടു. അപ്പോൾ അവിടെയുള്ള ഒരു സിസ്റ്ററിൻ്റെ കൂടെയാണ് ഞാൻ കൊച്ചായ ഞാൻ TTC കഴിഞ്ഞത്. അതിനുശേഷം മറ്റുള്ള സഹോദരിമാരുടെ കൂടെ പോസ്റ്റൻസ് എടുത്തു, പ്രീ നോവിഷ്യേറ്റ് എടുത്തു, നോവിഷ്യേറ്റ്, പിന്നെ സഭാവസ്ത്രം സ്വീകരിച്ചു. ഇപ്പം 6ാമത്തെ വർഷം, ഇത് നിത്യവ്രതത്തിൻ്റെ വർഷമാണ്. വെസ്റ്റേഷന് ശേഷം ബാംഗ്ലൂർ ധർമാരാമിലേക്ക് BTH പഠിക്കാൻ വിട്ടു. 4 വർഷത്തിന് ശേഷം തിരിച്ചു വന്നു. ഇപ്പം ഞാൻ ജനറലേറ്റിലാണ്. ഒരുപാട് സന്തോഷം സിസ്റ്ററെ, കോൺഗ്രിഗേഷനെ പറ്റി അറിയാൻ സാധിച്ചതിലും സിസ്റ്ററിൻ്റെ ദൈവവിളി അനുഭവം കേട്ടതിലും ഒക്കെ ഒരുപാട് സന്തോഷം. ഇനി സിസ്റ്ററിനെ തന്നെ മറ്റ് സഹോദരികളെ കുറച്ച് പേരെ പരിചയപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞിരുന്നു. അപ്പോൾ അവരെ കൂടെ ഒന്ന് കാണാൻ പോവാം. ഓക്കെ, തീർച്ചയായിട്ടും. അകത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ജിസ്മി സിസ്റ്ററാണ് ഒന്നാമത് നമ്മുടെ ഇവിടുത്തെ കോൺവെൻറ്റിൻ്റെ മദറാണ്. സിസ്റ്ററിൻ്റെ പേരൻസും ഒപ്പം ഉണ്ട്. പിന്നെ ക്രിസ്റ്റീന സിസ്റ്ററും ഉണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നമുക്ക് അകത്തേക്ക് പോകാം. തീർച്ചയായും, താങ്ക് യു. പ്രിയമുള്ളവരെ, നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് സിസ്റ്റർ ജിസ്മി SMC. സിസ്റ്റർ ഈ മഠത്തിലെ മദർ കൂടിയാണ്. സിസ്റ്ററിനോടൊപ്പം സിസ്റ്ററിൻ്റെ പാരൻസും നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ സിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് തന്നെ കേൾക്കാം. സിസ്റ്റർ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ആരൊക്കെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, എവിടെയാണ് എന്നൊക്കെ ഒന്ന്. എൻ്റെ പേര് സിസ്റ്റർ ജിസ്മി, സെൻറ്റ് മർത്താസ് കോൺഗ്രിഗേഷൻ്റെ അംഗമാണ്. എൻ്റെ പപ്പായും അമ്മയാണ് കൂടെയുള്ളത്. പപ്പയുടെ പേര് സെബാസ്റ്റ്യൻ, അമ്മ ഏലിയമ്മ. 4 സഹോദരങ്ങളാണുള്ളത്. ഏറ്റവും മൂത്തയാൾ സിസ്റ്ററാണ്, അഗസ്റ്റീനിയൻ കോൺഗ്രിഗേഷനിൽ. ഒരാളും കൂടെ ഉണ്ട്, ഒരാളുടെ ഉണ്ട്. രണ്ടാമത് ചേച്ചിയെ വിവാഹം കഴിച്ചു വിട്ടു. അനീത്തിയുണ്ട്. ആങ്ങളമാരൊന്നും ഇല്ല. സന്തോഷമായിട്ട് ജീവിക്കുന്നു. സിസ്റ്ററെ ഇപ്പോൾ എത്ര വർഷമായി സിസ്റ്ററായിട്ട്? 25 വർഷം പൂർത്തിയായി. അപ്പോൾ 25 വർഷമായി ഇപ്പോൾ സുപ്പീരിയറും ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ചായ്വ് ഉണ്ടായിരുന്നോ, സിസ്റ്റർ ആണോന്നൊക്കെ എങ്ങനെ ആയിരുന്നു ആദ്യ കാലഘട്ടം എന്നൊന്ന് പറയാമോ? വീട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് പപ്പ വിൻസെൻ്റ് പോൾ പ്രവർത്തകനായിരുന്നു. അപ്പോൾ ഒത്തിരിയേറെ പാവങ്ങളെ ശുശ്രൂഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലാത്ത ആളുകളെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. അക്കൂടെ എനിക്ക് പോകാനുള്ള ഇടം വന്നിട്ടുണ്ട്. പോകുമ്പോൾ അവിടെ വരെ ഭക്ഷണം കൊണ്ടുപോകും. അതിനുശേഷം അവർ വീട്ടിൽ ചെന്ന ശേഷം നമ്മുടെ ഈ ഭക്ഷണം തരും, കൊടുത്തോളാൻ പറയും. അത് വലിയൊരു പ്രചോദനമായി. കാരണം പാവങ്ങളെ സഹായിക്കണം എന്നുള്ളത്. അതിനുശേഷം പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പോയിട്ട് വരുന്ന കാര്യങ്ങൾ വീട്ടിൽ കുറിച്ച് പ്രാർത്ഥന കഴിയുമ്പോൾ ഇത് ഷെയർ ചെയ്യും. എല്ലാവരെയും കൂട്ടിയിരുത്തി ഇത് ഷെയർ ചെയ്യുന്നത് ഓരോ ദിവസവും ഇത് കേൾക്കാനും പോകാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം, പാവങ്ങളെ സഹായിക്കണമെന്നൊരു വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അങ്ങനെയാണ് ആദ്യമായിട്ട്. പിന്നെ അത് വളർന്നു വന്നു. എങ്ങനെയും മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം, വേറെ ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല. എളിയ ശുശ്രൂഷ ചെയ്യുക എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചു. ആ ആഗ്രഹം വളർന്നു വന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു, ഒരു സമർപ്പിതയായാൽ കൂടുതൽ ചെയ്യാൻ സാധിക്കുമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം തോന്നിയത് കൊണ്ടാണ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം തന്നെ. സിസ്റ്ററെ, അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പപ്പയുടെ അടുത്തുനിന്നും ഒക്കെയാണ് ഒരു മെയിൻ ഒരു സോഴ്സ് വരുന്നത്, ഈ ദൈവവിളിയുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റർ എങ്ങനെയാണ് സെയിൻറ്റ് മാർത്താസ് കോൺഗ്രിഗേഷനിലേക്ക് വരുന്നത്? ഞാൻ വേറൊരു കോൺവെൻറ്റിൽ ക്യാമ്പിന് പോയതാണ്. അപ്പോൾ ക്യാമ്പിന് പോയ ശേഷം എൻ്റെ ചേച്ചിയുടെ കോൺവെൻറ്റിൽ തന്നെ ക്യാമ്പിനെല്ലാം പോയി ശേഷം തിരിച്ചു വന്നിരിക്കുന്ന സമയത്താണ് സെൻറ്റ് മർത്താസ് കോൺഗ്രിഗേഷൻകാർ എൻ്റെ വീട്ടിൽ വരാനിട വന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് മടത്തി പോകണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അവർ 1 മാസം കഴിഞ്ഞിട്ട് ചെല്ലാനാണ് പറഞ്ഞിരുന്നത്. അപ്പം വീണ്ടും ക്യാമ്പിന് വന്നു. ക്യാമ്പിന് വന്ന ശേഷം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരണമെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് പോകണമെന്നുള്ള ആ ആഗ്രഹം കൊണ്ട് ആദ്യം വിളിച്ചത് എവിടെയാണെന്നുള്ള ഓർത്തുകൊണ്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. പെട്ടെന്ന് ആഗ്രഹമായിരുന്നു. അണക്കര ഇടവകയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ആ ഇടവകയിൽ നിന്ന് വേറെ 2 സിസ്റ്റേഴ്സ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നിച്ച് പെട്ടെന്ന് പോരുക എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു. എങ്ങനെയും നല്ലൊരു സിസ്റ്റർ ആകുക, എത്രയും പെട്ടെന്നാകാൻ പറ്റും, എത്രയും പെട്ടെന്നായിട്ട് ശുശ്രൂഷിക്കണം എന്നുള്ളത് മനസ്സിൽ വലിയൊരു ആഗ്രഹം എന്നും ഉണ്ടായിരുന്നു. ഈ
ഇപ്പൊ ചേച്ചിയാണോ ആരാ രണ്ടാമത്തെ ആള് സിസ്റ്റർ? ഏറ്റവും മൂത്ത ആളാ മൂത്ത ആള്. അപ്പൊ രണ്ടാമത്തെ ആളും കൂടെ സിസ്റ്റർ ആവാൻ പോയപ്പോ സിസ്റ്ററാകാൻ പോയായിരുന്നു, രണ്ടാമത്തെ ആളും പോയായിരുന്നു. മദർ തെരേസ കോൺവെന്റിൽ പോയായിരുന്നു. ചേച്ചിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ചേച്ചി തിരിച്ചു പോരണ്ടാവുന്നു. കാരണം അവിടുത്തെ സിറ്റുവേഷൻ കാലാവസ്ഥയൊന്നും പറ്റുന്നില്ലായിരുന്നു. ഏറ്റവും മൂത്ത ആള് ഇപ്പം സിസ്റ്ററായിട്ട് തന്നെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത്, സിസ്റ്റർ ഇപ്പോൾ എല്ലാവരും ആദ്യത്തെ ആൾ പോകുന്നത് ഓക്കെ, രണ്ടാമത്തെ ആൾ ഐ മീൻ പോയി അതിനപ്പോൾ വീട്ടിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു? സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവർക്കും സന്തോഷം. കാരണം പോകുന്നതിന് ആരും തടസ്സം പറഞ്ഞിട്ടില്ല. എല്ലാം 4 പെൺകുട്ടികളാണെങ്കിലും നിങ്ങളുടെ തീരുമാനം എന്താണോ അത് ദൈവത്തിന് ഇഷ്ടം. കാരണം അതിന് ഒരു എതിര് പറഞ്ഞിട്ടില്ല. പോകുന്ന താല്പര്യം പറഞ്ഞു കഴിഞ്ഞപ്പം ഏറെ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിച്ചത്. പപ്പായും അതെ, അമ്മയും അതെ. കാരണം ഞങ്ങൾക്കൊരു ബലം, ഭയങ്കരമായിട്ടൊരു ബലമായിരുന്നു. പ്രാർത്ഥിച്ച് എന്ത് കാര്യം നേടിയെടുക്കാൻ സാധിക്കും. അത് പപ്പായിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടുന്നുണ്ട്. കാരണം വിശുദ്ധരെക്കുറിച്ച് ഒത്തിരി പരിചയപ്പെടുത്തിയ ചെറുപ്പകാലങ്ങളിൽ അമ്മയാണ്. കാരണം ഓരോ വിശുദ്ധരെക്കുറിച്ചും ഇന്നും അതെൻ്റെ ജീവിതത്തിൽ തുടർന്നുകൊണ്ട് പോകുന്നൊരു കാര്യമാണ്. അമ്മ ഓരോ വിശുദ്ധരോടും പ്രാർത്ഥിക്കാൻ പറയും. അമ്മ പ്രാർത്ഥിക്കും, എല്ലാ വിശുദ്ധരെയും പ്രാർത്ഥിക്കും. അപ്പോൾ ആദ്യമൊന്നും അത് ഏത് വിശുദ്ധരാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഓരോ വിശുദ്ധരെ അതിനോട് വിശുദ്ധരോട് പ്രാർത്ഥിക്കുക, അത് സാധിച്ചു തരും. സെൻറ്റ് സെബാസ്റ്റ്യനോട് പ്രാർത്ഥിക്കുക, അത് സാധിച്ചു തരും. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ ഒരു അന്ന് കിട്ടിയ ആ ഒരു ശീലം ഇന്നും ജീവിതത്തിൽ തുടർന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ പപ്പയുടെ ഒരു കാര്യം, ഇങ്ങനെ ഇത്ര എന്താ കുടുംബത്തിലെ 4 പേർക്കും ശരിക്കും പറഞ്ഞ ഒരു ചായ ഉണ്ടായിരുന്നു സിസ്റ്റർ ആവാനായിട്ട്. 4 പേർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഒരു പ്രോത്സാഹിപ്പിക്കുമായിരുന്നോ? എന്താ ഇവരെ അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെയൊരു വിളിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ആഗ്രഹം ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുമായിരുന്നു. മക്കൾ 4 പേരുണ്ടല്ലോ, എല്ലാവരും മിടുക്കരാകണം, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ശുശ്രൂഷ ചെയ്യാൻ എന്നെപ്പോലെ. കാരണം ഞാൻ ഈ വിൻസെൻ്റ് പോളിൽ അംഗമായത് എൻ്റെ യുവത്വത്തിലാണ്. 17 വയസ്സുള്ളപ്പോൾ ഞാൻ അംഗമായതാണ്. ഇതുവരെയും അത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ ഏറെ താല്പര്യം ഞാൻ അന്ന് മുതൽ ശീലിച്ചു. അപ്പോൾ ഇത് മക്കളെയും പഠിപ്പിച്ചെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നിരുന്നാലും ഇവരോട് ആരോടും എൻ്റെ താല്പര്യം ഇന്നതാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഈശോയോട് പറയുമായിരുന്നു. പ്രാർത്ഥനയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും എല്ലാവരെയും ഓരോ ദിവസവും ഓരോ സമയവും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇവരെ എല്ലാവരെയും സമർപ്പിക്കുമായിരുന്നു. നന്നായിട്ട് മിടുക്കരായിട്ട് പഠിക്കണമെന്നും നല്ല ശീലം വളരണമെന്നും മാതൃകാപരമായിട്ട് തന്നെ വളർന്ന് വലുതായി ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരണം എന്ന് പ്രവർത്തിക്കണം, ശീലിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഇവരെയും നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മളിങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഈശോയോട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈശോ നമുക്കത് തരും. എപ്പോഴും നമ്മളെ സഹായിക്കാനായിട്ട്, സംരക്ഷിക്കാനായിട്ട് ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. സർവശക്തനായ ഈശോയുടെ കരങ്ങളിലാണ് നമ്മൾ വസിക്കുന്നത്, ജീവിക്കുന്നത്. എല്ലാം ഈശോ തരുന്നതാണ്. അതുകൊണ്ട് വിഷമത്തിലും ബുദ്ധിമുട്ടിലും സന്തോഷത്തിലും ഒരുപോലെ ഈശോയോടൊത്ത് ആയിരിക്കാനായിട്ട് നമുക്ക് പരിശീലിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. പ്രാർത്ഥനയിലാണേലും ഞാൻ നേരത്തെ തൊട്ട്, ഇവരുടെ കൊച്ചിലെ തൊട്ട് കുറച്ച് പ്രാർത്ഥന പുസ്തകത്തിൽ വായിച്ച് തീർക്കുക മാത്രമല്ലായിരുന്നു. എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പോലെ തന്നെ ഈശോയോട് നേരിട്ട് സംസാരിച്ച് കേട്ടിട്ടുണ്ട് ഇവർ. അങ്ങനെ ഒരു പ്രാർത്ഥനാനുഭവം ഇവർക്കെല്ലാവർക്കും മാത്രമല്ല കൊച്ചുമക്കൾക്ക് പോലും ഉണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസൈറ്റാണത്. കാരണം ഈശോയുടെ വ്യക്തിപരമായൊരു ബന്ധം സ്ഥാപിക്കാനായിട്ടുള്ള ഒരു ഇതിൽ അത് അനുഭവമായിരുന്നു. ഓരോന്നും പറയുന്നത് ആവശ്യപ്പെടുന്നത് കൃത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം കൂടുതൽ പ്രചോദനം അതിൽ ഉണ്ടായി, വിശ്വാസം കൂടുതൽ വർദ്ധിച്ചു. പിന്നെ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കുചേരാനുള്ള ഒരു പ്രത്യേക അവസരവും താല്പര്യവും ഉണ്ടായിരുന്നു. ഏതാണ്ട് 82 മുതൽ ഇതുവരെയും വിശുദ്ധ കുർബാന ഒരു ദിവസവും മുടക്കിയിട്ടില്ല. ചില ദിവസങ്ങളിൽ 2 കുർബാന കാണുന്ന ദിവസങ്ങളും ഉണ്ട്.
ചില വിശേഷ ദിവസങ്ങളിലൊക്കെ. അത് എൻ്റെ കുർബാന കാഴ്ചയെന്ന് പറഞ്ഞാൽ രാവിലത്തെ ഏറ്റവും ഇടവക പള്ളിയിലെ ഏറ്റവും ഫസ്റ്റിലത്തെ കുർബാന. അത് കഴിഞ്ഞ് വിശേഷ ദിവസങ്ങളോ കല്യാണമോ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ രണ്ടാമതും കുർബാന പൂർണ്ണമായിട്ടും തന്നെ പങ്കുചേരും. ശരി. എന്നാലും ഇടവകയിലെ ആ ഒരു ആദ്യത്തെ കുർബാന ഒരു അത് മസ്റ്റാണ്. അത് പോയിരിക്കും. ആ ആ ആ ആ. അത് പോയിട്ടേ അടുത്ത പരിപാടികളിലേക്ക് പോകുള്ളൂ. ഇവര് ഇപ്പോൾ സിസ്റ്റർ ആവാൻ വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി എന്തെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ത്യാഗങ്ങളോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടോ? വേണ്ടി ഇവർ പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിനുവേണ്ടി ഈശോയോട് ഞാൻ പറഞ്ഞില്ലേ, സാധാരണമായിട്ട് തന്നെ പറയുമായിരുന്നു, പ്രാർത്ഥിക്കുമ്പോഴും പറയുമായിരുന്നു, നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഈ ചിന്ത ഉള്ളിൽ വെച്ചുകൊണ്ട് നിലനിർക്കും എന്ന് ഉള്ളത് ദൈവമേ അങ്ങേക്കേ അറിയുള്ളൂ. എന്താണ് ഇവരെക്കുറിച്ചുള്ള അങ്ങയുടെ പ്ലാൻ? അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ മാത്രമേ പോകാൻ അനുവദിക്കാവുള്ളൂ, അല്ലെ പോകാൻ അനുവദിക്കരുത്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മച്ചി, സിസ്റ്റർ പറഞ്ഞ ഒരുപാട് വിശുദ്ധരുടെ കഥകളൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് അമ്മച്ചിക്ക് ഇവിടുന്നാണ് അത്രയും കഥകളൊക്കെ കിട്ടിയത്? എൻ്റെ ചാച്ചൻ്റെ കയ്യിൽ നിന്ന്. ആ ഹാ ഹാ ഹാ. ചാച്ചൻ നോയമ്പെടുക്കും, വിശുദ്ധരുള്ള പ്രാർത്ഥനകളുണ്ട്. അങ്ങനെ ഗിറി സുന്നാനോട്, ദേവസ്ഥാന സുന്നാനോട്, അന്തോനി സുന്ന, അങ്ങനെ എല്ലാ വിശുദ്ധരോടും പ്രാർത്ഥിക്കും. എന്തേലും അസുഖമോ പനിയോ വരുമെന്ന് ഓർത്താൽ അന്നേരം പറയുന്നത് ദേവസ്ഥാന സുന്നാളാ വരരുത്, വരികയില്ല. വരി എത്ര വലിച്ചനാണെങ്കിൽ ഇന്ന പോലെ അല്ല, എന്നാലും വിഷമമൊന്നും ഇല്ലാതെ നടത്തി തരണം. അതും അങ്ങനെ ഓരോ വിശുദ്ധരോടും പ്രാർത്ഥിക്കുന്ന കാര്യം അങ്ങനെ ഓരോ സാഹചര്യത്തിൽ ഓരോ ദിവസം ഒരു 100 പ്രാവശ്യമെങ്കിലും അവരെ വിളിച്ചപേക്ഷിക്കും. അപ്പോൾ അതെല്ലാം പിള്ളേർ എടുക്കും. പിന്നെ വീട്ടിൽ വഴക്ക് പറച്ചിലോ അസ്വസ്ഥതകളോ ഒച്ചയോ ഒന്നുമില്ലാതെ സുഖമായിട്ട് സന്തോഷം. സിസ്റ്ററിനോട് ഒരു ചോദ്യം കൂടി. അതായത് ഇപ്പോൾ അമ്മച്ചി പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും, അതായത് അങ്ങനെ ഒരു സപ്പോർട്ട് തരുന്ന ഒരു ഇതായിരുന്നു എന്ന് പറഞ്ഞു അമ്മച്ചി. അപ്പോൾ സിസ്റ്ററിന് എങ്ങനെയാണ് അങ്ങനത്തെ ഓരോ സഹനങ്ങളും ഓരോ പെയിനും സിസ്റ്റർ അതെങ്ങനെയാണ് എടുത്തിട്ടുള്ളത്? എൻ്റെ ജീവിതത്തിൽ സന്യാസജീവിതത്തിലേക്ക് കടന്നു വന്ന ആസ്പിറൻസ് കാലഘട്ടത്തിൽ തന്നെ ഒരു ഓപ്പറേഷൻ വിധേയമാകേണ്ടി വന്നു. അപ്പം അതിനുശേഷം വീട്ടിൽ പോകുന്ന 2 മാസം എൻ്റെ ആസ്പിറൻസ് കാലഘട്ടത്തിൽ. അന്നേരം വീട്ടിൽ പോയെന്നെങ്കിലും ആഗ്രഹം ഒന്നേ ഉള്ളായിരുന്നു, ഓപ്പറേഷനെ കുറിച്ചുള്ള ചിന്തയല്ലായിരുന്നു, എത്രയും പെട്ടെന്ന് സുഖപ്പെട്ട് തിരിച്ച് ഗവൺമെൻറ്റിൽ വരണം എന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ഫോണൊന്നും ഇല്ലായിരുന്നു. ലെറ്റർ എഴുതി ഇനിയിപ്പം ഈ വർഷം വരണമെന്നില്ല എന്ന്. അന്നേരവും ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, രോഗം സുഖപ്പെടണമെന്നല്ല പ്രാർത്ഥിച്ചേ, എത്രയും പെട്ടെന്ന് തിരിച്ച് കോൺവെൻറ്റിൽ വരണമെന്നുള്ളത് പ്രാർത്ഥിച്ചിരുന്നത്. അതനുസരിച്ച് ദൈവം അതനുസരിച്ച് കേൾക്കുകയും തിരിച്ചെനിക്ക് കോൺവെൻറ്റിൽ വരാൻ പറ്റി. അതുപോലെ തന്നെ നോഷിറ്റ് കാലഘട്ടത്തിലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ഓപ്പറേഷന് വേണ്ടി തന്നെ. അതപ്പം 15 ദിവസം കഴിഞ്ഞാൽ ആ നോഷിറ്റ് കട്ടാവും. അപ്പോൾ അന്നും ഇതുപോലെ തന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ്റെയോ വേദനകളോ ഒന്നും എൻ്റെ മനസ്സിലൊരു അസ്വസ്ഥത എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ മുൻപിലൊരു ശക്തി ഉണ്ടായിരുന്നു. കാരണം അന്നും ചെറുപ്പകാലത്ത് പപ്പായും അമ്മയും പറഞ്ഞു തന്നേക്കുന്നതുകൊണ്ട് ഓപ്പറേഷനോ വേദനകളോ ബുദ്ധിമുട്ടോ വന്നാലും അതൊരു അസ്വസ്ഥതയായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. അതിനെല്ലാം പ്രാർത്ഥനയാക്കി ഞാൻ ഏത് സമയത്ത് ഓപ്പറേഷന് കയറിപ്പോയ സമയത്തും ഒരു ദുഃഖത്തിൻ്റെ രഹസ്യം മുഴുവൻ ചൊല്ലിയിട്ടാണ് കയറിപ്പോയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 7 ഓപ്പറേഷന് വിധേയമായിട്ടുണ്ട് ഇന്നോളം. പക്ഷേ എല്ലാ സമയത്തും എനിക്കൊരു ബുദ്ധിമുട്ട്, കാരണം നമ്മളെ സൃഷ്ടിച്ച ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരുത്തത്തില്ല. ഒരു ചിന്ത എൻ്റെ മനസ്സിൽ എന്നും ആഴത്തിലുണ്ടായിരുന്നു. ചുമ്മാ താൽക്കാലികമല്ല, ആഴത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കതൊന്നും ഒരു അസ്വസ്ഥതയില്ലായിരുന്നു. നോഷിറ്റ് കാലഘട്ടത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. 15 ദിവസം ആയി കഴിഞ്ഞാൽ കട്ടാവും എന്നുള്ളത് മനസ്സിൽ അറിയാവുന്നതുകൊണ്ട് 12 ദിവസം തന്നെ കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ച് കോൺവെൻറ്റിൽ വരാൻ പറ്റി. തുടർന്നുള്ള കാലഘട്ടത്തിലാണേലും അസുഖങ്ങളും വേദനകളും രോഗങ്ങളും അസ്വസ്ഥ എല്ലാം ഉണ്ടായാലും പപ്പായുടെ അമ്മയുടെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ അവരൊറ്റ കാര്യം പറഞ്ഞല്ലോ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അത് നമ്മൾ വാക്കിലൂടെ മാത്രമല്ല, അവരുടെ ആഴത്തിലുള്ള ആ ഒരു നമ്മളോട് പറഞ്ഞു തരുന്നത് ആഴത്തിൽ തന്നെ ഹൃദയത്തിൽ പതിച്ചേക്കുന്നത്. ആഴത്തിൽ മുറിവേറ്റത് മാറില്ലെന്ന് പറഞ്ഞ പോലെ ആഴത്തിൽ വീണ വിത്ത് ഒരിക്കലും മാഞ്ഞിട്ടില്ല, വളർന്നു വന്നിട്ടേ ഉള്ളൂ. ആഴമായ വാക്കുകളാണ് എന്നൊക്കെ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ. ഈ അപ്പൻ്റെ അമ്മയുടെയും ആ ഒരു എന്താ പറയുക അടിയുറച്ച വിശ്വാസം അത് സിസ്റ്ററിൽ കാണുന്നുണ്ട്. അത് തീർച്ചയായും ആ കുടുംബത്തിൽ മൊത്തം ഉണ്ടെന്ന് ഉറപ്പാണ്. ഇനിയും ഒരുപാട് പേരെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കട്ടെ. സന്തോഷം. താങ്ക് യു.
സിസ്റ്ററെ അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. സിസ്റ്ററെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ. ഞാൻ സിസ്റ്റർ ക്രിസ്റ്റീന പറഞ്ഞു കഴിഞ്ഞു. സെൻറ്റ് മർത്താസ് കോൺവെൻറ്റ് മൂലമറ്റത്താണ്. ഞങ്ങളുടെ വീട്ടിൽ പപ്പയും മമ്മയും 5 സഹോദരങ്ങളാണ് എനിക്കുള്ളത്. പപ്പയും മമ്മയും മരിച്ചുപോയി, ഒരു ചേച്ചിയും മരിച്ചുപോയി. സിസ്റ്ററിന്റെ ദൈവവിളി അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് ചെറുപ്പത്തിൽ നല്ല ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ആയിരുന്നു കൂടുതലും ഞങ്ങളെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഹൈസ്കൂളായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ തുടരാൻ പറ്റാത്ത വന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പോൾ പിന്നെ ആ ട്രെൻഡൊക്കെ അങ്ങ് മാറി, ആ ചിന്തയൊക്കെ മാറി. പക്ഷേ ഇങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ആരും അധികം കമ്പൽ ചെയ്തിട്ടല്ല, ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെയുള്ള സിസ്റ്റേഴ്സ്. പക്ഷെ അവരുടെ അടുത്ത് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് എനിക്ക് പോകണം എന്ന് തോന്നി. എൻ്റെ അടുത്ത് വന്നത് സെൻറ്റ് മർത്താസ് കോൺവെൻറ്റ് സിസ്റ്റേഴ്സാണ്. ഞാൻ അവരുടെ കൂടെ ക്യാമ്പിന് പോയി തുടർന്ന് മുന്നോട്ടെത്തുകയായിരുന്നു. സിസ്റ്റർ എങ്ങനെയാണ് ഈ ജീവിതം ആസ്വദിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം നമ്മൾ പലയിടത്തും കേൾക്കുന്നുണ്ട് ആ നിയമങ്ങൾ അങ്ങനെ, ഈ നിയമങ്ങൾ അങ്ങനെ. നിയമങ്ങൾ ഒരിക്കലും കട്ട് ചെയ്യാതെ എനിക്ക് തരുന്ന നിയമങ്ങൾ, അതെൻ്റെ സുപ്പീരിയേഴ്സ് തരുന്നതാകട്ടെ, ലോക്കൽ കമ്മ്യൂണിറ്റിയിലുള്ളതാകട്ടെ, കോമൺ നിയമങ്ങളാകട്ടെ, ഏതാണ് ഞാനൊരു സിസ്റ്ററാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി എനിക്ക് കിട്ടുന്ന നിയമങ്ങൾ ഞാനത് നന്നായിട്ട് തന്നെ പൂർണ്ണ മനസ്സോടെ എന്നുകൂടി ഞാൻ ചേർത്ത് പറയും. പോവുകയാണെങ്കിൽ സന്യാസ ജീവിതം നമുക്ക് സന്തോഷമായിട്ട് ആസ്വദിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇപ്പം ഞാനൊരു ടീച്ചറാണ്. ഇപ്പം നമ്മൾ പറയും, നമുക്കറിയാം ഈ അടുത്ത കാലത്തുണ്ടായ പ്രശ്നങ്ങളൊക്കെ, സാലറിയെക്കുറിച്ചൊക്കെ പറയും. എന്നോട് പലപ്പോഴും ടീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്, ക്രിസ്റ്റീന സിസ്റ്ററിന് ഇത്രയും സാലറി കിട്ടുന്ന ആളാണല്ലോ, സിസ്റ്ററിന് ഒരു പൈസ പോലും ഇതിനകത്ത് എടുക്കാൻ പറ്റിയല്ല, അതൊക്കെ ബുദ്ധിമുട്ട് തോന്നുകയല്ലേ, ഒരാൾക്കൊന്ന് കൊടുക്കണം, ഒരാളെ സഹായിക്കണമെന്നെങ്കിലും തോന്നിയാൽ അത് ചെയ്യാൻ പറ്റില്ലോ. ഞാൻ പറഞ്ഞു, നോ, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എൻ്റെ സുപ്പീരിയേഴ്സിനോട് ഞാൻ ചെന്ന് ചോദിച്ചാൽ അവർ തീർച്ചയായിട്ടും എനിക്ക് തരും. അത് ജെനുവൻ ആണെന്ന് അവർക്ക് തോന്നിയാൽ അവർ തീർച്ചയായിട്ടും എനിക്ക് തരും. എനിക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല, എനിക്ക് ഇന്ന് വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുമില്ല. ആ ഒരു നിയമത്തിൻ്റെ കാര്യത്തിലോ ജീവിതത്തിൻ്റെ കാര്യത്തിലോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ചിന്തകൾ മാറുന്നതനുസരിച്ച് തോന്നാം, പക്ഷെ അത് കുറച്ച് നാൾ കഴിയുമ്പം അതല്ലായിരുന്നു ശരി എന്ന ഒരു ചിന്തയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെ എനിക്ക് സന്യാസം ആസ്വദിക്കുന്നതിന് മറ്റൊരു തലം പറയാനുള്ളത്, എൻ്റെ പപ്പ വീട്ടിലൊരു ബുദ്ധിമുട്ട്, ചേച്ചിമാരുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം വന്നു കഴിയുമ്പോൾ ഇതിന് സാമ്പത്തികമായിട്ട് വളരെ ടൈറ്റായിരുന്നു. ഉള്ളത് പറഞ്ഞാൽ ഒരു പൈസ പോലും കയ്യിലില്ലാത്തൊരവസ്ഥയിലാണ്. അപ്പം പപ്പയുടെ എല്ലാവരും ചോദിച്ചു എങ്ങനെ ഇത് നടത്തും. പപ്പയുടെ ചേട്ടൻ ചോദിച്ചു, കുഞ്ഞിനെ നീ എന്ത് കണ്ടിട്ടാണ് പെണ്ണിൻ്റെ കല്യാണം ഉറപ്പിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പപ്പ പറഞ്ഞ വാക്കുണ്ട്, എനിക്ക് ദൈവം തരും. ലിറ്ററലി പൈസ കൊടുക്കേണ്ട ഒത്തുകല്യാണത്തിൻ്റെ തലേന്നാണ് ഈ പൈസ കിട്ടിയത്. അത് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഇന്നും എന്തൊരാവശ്യം വന്നാലും സമയത്ത് എനിക്ക് ദൈവം തരും എന്നുള്ളൊരു ചിന്ത മാത്രമല്ല, ബോധ്യവും എനിക്കുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. എൻ്റെ എല്ലാ കാര്യവും തക്ക സമയത്ത്, എവിടുന്നാന്നറിയത്തില്ല, ആരാന്നറിയത്തില്ല, എങ്ങനെയായാലും എല്ലാം സമാധാനപരമായിട്ട് ശാന്തമായിട്ട് നടത്തുന്നുണ്ട്. എനിക്കൊരു ആക്സിഡൻ്റൊക്കെ ഉണ്ടായതാണ് മുൻപിൽ. പക്ഷേ എനിക്ക് അതിൻ്റെതായ ശാരീരികമായ പ്രോബ്ലംസൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോകുന്നു. അങ്ങനെ സിസ്റ്റർ ഒരു അധ്യാപക കൂടിയല്ലേ? എത്ര വർഷമായി ടീച്ചറായിട്ട്? ഞാൻ 20 വർഷമായി പെർമനൻ്റ് ടീച്ചറായിട്ട്. അപ്പോൾ ഈ ഒരു സന്യാസ ജീവിതം എങ്ങനെയാണ് ഈ ഒരു ടീച്ചിങ് പ്രൊഫഷനെ എങ്ങനെയാണ് സിസ്റ്ററിനെ സഹായിക്കുന്നത്? ടീച്ചിങ് പ്രൊഫഷനിൽ ഞാനൊരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുട്ടികളാണേലും വളരെ കോപ്പറേറ്റീവാണ്. മറ്റുള്ള ക്ലാസ്സിൽ ഞാൻ ആരും താരതമ്യം ചെയ്ത് പറയുന്നതല്ല, എങ്കിലും എനിക്ക് ഉണ്ടായ ഒരു അനുഭവം, കുട്ടികളുടെ നെറ്റി ഇങ്ങനെ ഇടിച്ച് മുഴച്ച ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ ഈ മെഡൽ വെച്ചത് പ്രസ് ചെയ്ത് ഇതാന്ന്. ഇപ്പം എന്നോട് കുഞ്ഞു പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റർ എന്തായാലും വിശുദ്ധയാകും. കാരണം അവൻ കണ്ടിട്ടുണ്ട് ലോക്കറ്റ് കൊണ്ട് വിശുദ്ധരുടെ തിരുവസ്തുക്കൾ മുട്ടിച്ച് നമ്മൾ പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കാം. നമ്മുടെ സിസ്റ്റർ എന്തായാലും വിശുദ്ധയാകും. എനിക്കത് ഭയങ്കര സ്ട്രൈക്കായിരുന്നു ആ ഒരു വേർഡ്. ഞാനത് വിശുദ്ധയാകണം എന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാൻ തന്നെ എനിക്കതൊരു നിമിത്തമായി തീർന്നു എന്നുള്ളതാണ് ആ ഒരു വേർഡ്. അപ്പം കുട്ടികൾ വളരെ സന്തോഷത്തോടെ പോകുന്നു. ഞാൻ അത്യാവശ്യം പാട്ട് പാടും, കുട്ടികളുടെ കൂടെ കളിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ സന്തോഷമായിട്ട് ഞാൻ പോകുന്നു. ഒരു അധ്യാപികയും ഒരു സിസ്റ്ററും എന്ന നിലയിൽ വളരെ അഭിമാനത്തോടെ ഞാനായിരിക്കുന്നു. ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് ടീച്ചിങ് ഫീൽഡിലും പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഒക്കെ കിട്ടാറുമുണ്ട്. അത് അങ്ങനെ തന്നെ നിലനിൽക്കും. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പഠിപ്പിച്ചവരുടെ മക്കളെ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ ഒരു സ്കൂളിൽ തന്നെ ആയിരുന്നു, 20 വർഷമായിട്ട് ഒരു സ്കൂളിൽ തന്നെ ആയിരുന്നു. ആ കാരണത്താൽ അങ്ങനെ ഒരു ഭാഗ്യവും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഒരുപാട് മക്കളുടെ ടീച്ചറാണ്. അപ്പോൾ ഇപ്പോൾ സിസ്റ്ററുമാണ്, ജൂബിലിയും കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം സിസ്റ്ററിനെ പരിചയപ്പെടാൻ സാധിച്ചാൽ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.